നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്കാണ് കേരളം കടക്കുന്നത്. ഇനിയൊരു ദിവസം മാത്രമാണ് മുന്നിലുള്ളത്. വൈകുന്നേരത്തോടെ പരസ്യ പ്രചാരണത്തിന് അവസാനമാകും. ഇതിനിടെ പഴുതുകൾ അടച്ചുള്ള പ്രചാരണത്തിലേക്ക് നീങ്ങുകയാണ് മുന്നണികൾ. ഇടതുമുന്നണിയും വലതുമുന്നണിയും കേരളത്തിൽ ഒരുപോലെ പ്രതീക്ഷയിലാണ്. മലബാറിലെ ന്യൂനപക്ഷ വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ടാണ് ഇക്കുറി ഇടതുമുന്നണിയുടെ പ്രവർത്തനങ്ങൾ. 2019 19 കടന്ന 20 ഉറപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് UDF. അതേസമയം 2004 18 സീറ്റ് നേട്ടം കൈവരിക്കണമെന്ന മോഹമാണ് CPM-നുള്ളത്. 10 സീറ്റിൽ വരെ വിജയിക്കാമെന്നാണ് CPM-ന്റെ ആത്മവിശ്വാസം. അഭിപ്രായ സർവേകളിൽ വോട്ട് വിഹിതം കൂടുമെന്ന് പ്രവചിച്ചതാണ് NDA-യുടെ പ്രതീക്ഷ. ചില സീറ്റുകൾ നേടുമെന്നും ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു. LDF-ന്റെ 2004 സ്വപ്നം അസ്ഥാനത്താണെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ ആന്റണി സർക്കാരിനെ ബാധിക്കുന്ന തരത്തിൽ വഷളായതിനെതിരെ ഉള്ള ജനവികാരമാണ് അന്നത്തെ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചത്. അന്നത്തേതുപോലെ ഭരണത്തിനെതിരെ വികാരം ഉയർന്നാൽ ഇന്ന് ബാധിക്കുക LDF-നെയാകും. സ്ഥാനാർത്ഥി നിർണയം തൊട്ട് പ്രചാരണം വരെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിൽ അപസ്വരങ്ങൾ ഉയരാത്ത തെരഞ്ഞെടുപ്പാണ് ഇതെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. കൊടുമ്പിരി കൊണ്ട പ്രചാരണത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ. ഇനി കൊട്ടിക്കലാശം ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികളെല്ലാം. ദേശീയ നേതാക്കളും പലയിടങ്ങളിലായി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വൈകിട്ട് 6 വരെയാണ് പരസ്യ പ്രചാരണത്തിനുള്ള സമയം. വ്യാഴാഴ്ച നിശബ്ദ പ്രചാരണമാണ്. വെള്ളിയാഴ്ച കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും. കേരള സർക്കാരുകൾക്കെതിരെയുള്ള വികാരം വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF. ഘടകകക്ഷികളുടെ 4 സീറ്റും ഉറപ്പിച്ചു കഴിഞ്ഞുവെന്നാണ് വിശ്വാസം. കോൺഗ്രസ് മത്സരിക്കുന്ന ബാക്കി 16 സീറ്റിൽ വടകര, ആലത്തൂർ, തൃശൂർ, കണ്ണൂർ, മാവേലിക്കര, ആറ്റിങ്ങൽ സീറ്റുകളിൽ ആദ്യഘട്ടത്തിൽ നല്ല മത്സരം കണക്കുകൂട്ടിയെങ്കിലും അവസാന ഘട്ടത്തിൽ മേൽക്കൈ ഉണ്ടെന്നാണ് വിലയിരുത്തൽ. അതേസമയം മുന്നണി സ്ഥാനാർത്ഥികളിൽ ആര് ജയിച്ചാലും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായതിനാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തുടർച്ച ഉണ്ടാകുമെന്ന് LDF പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതു സാഹചര്യത്തിലും 5 സീറ്റ് കിട്ടുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. ആലത്തൂർ, പാലക്കാട്, വടകര, കാസർഗോഡ്, തൃശൂർ എന്നിവയാണ് ആദ്യ പട്ടികയിൽ. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്തും തൃശൂരിലും അട്ടിമറി സാധ്യമാകുമെന്നു തന്നെയാണ് BJP-യുടെ കണക്കുകൂട്ടൽ. ആറ്റിങ്ങൽ, പാലക്കാട്, ആലപ്പുഴ, കാസർഗോഡ് എന്നീ മണ്ഡലങ്ങളിലും നല്ല പോരാട്ടം നടത്താമെന്നും NDA പ്രതീക്ഷിക്കുന്നു. കേരളത്തിനൊപ്പം രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് ബൂത്തിലെത്തുന്നത് 13 സംസ്ഥാനങ്ങളിൽ നിന്നായി 88 മണ്ഡലങ്ങളാണ്. കർണാടകയിലെ 14 മണ്ഡലങ്ങളിലും രാജസ്ഥാനിലെ 13 മണ്ഡലങ്ങളിലും ഈ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ്. കലാപബാധിത മേഖലയായ ഔട്ടർ മണിപ്പൂരിലെ ശേഷിക്കുന്ന ബൂത്തുകളിലും ഈ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ്. ഒപ്പം UP, മഹാരാഷ്ട്ര, അസം, ബീഹാർ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ത്രിപുര, ബംഗാൾ, ജമ്മു ആൻഡ് കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്നെല്ലാമുള്ള മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് 26 നടക്കും. നാളെ ഛത്തീസ്ഗഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചാരണം നടത്തും. ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് വിശ്രമത്തിലായ രാഹുൽ ഗാന്ധി എന്ന് പ്രചാരണം വീണ്ടും തുടങ്ങുമെന്ന് കോൺഗ്രസ് ഇതുവരെ അറിയിച്ചിട്ടുമില്ല. എന്തായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രാജ്യത്തു തന്നെ പല സുനിശ്ചിത തീരുമാനങ്ങൾക്കും ഇടയാക്കുമെന്നതിൽ തർക്കമില്ല. കേരളത്തിൽ നിലവിലുള്ള രാഷ്ട്രീയ ചിത്രം തന്നെ മാറും. NDA കേരള രാഷ്ട്രീയത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ശക്തിയാകാനുള്ള സാധ്യതയും ഏറെയാണ്.